मोदिवासं गलत्पुष्पहासं जगत्सन्निवासं शतादित्यभासं गदाचक्रशस्त्रं लसत्पीतवस्त्रं हसच्चारुवक्त्रं भजेऽहं भजेऽहम्। उग्रं वीरं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्योर्नमाम्यहं। प्रह्लादाह्लाददायिने हिरण्यकशिपोर्वक्षा शिलटङ्कानखालये कण्ठहारं शतैव्रात्तसारं जलान्तर्विहारं धराभारहारं चिदानन्दरूपं मनोज्ञस्वरूपं धृतानेकरूपं भजेऽहं भजेऽहम्। जराजन्महीनं परानन्दपीनं समाधानलीनं सदैवानवीनं जगच्च
ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. പ്രത്യേകിച്ച് മഹാരാജനും അവിടെയുള്ള കണ്ണുകുട്ടിയും രാധാക്കുട്ടിക്കും ഗോവിന്ദത്തായിക്കും പ്രതാപസിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമസ്കാരം. ഇപ്പോൾ എന്താ പറയുക, ഭഗവാൻ ഇങ്ങനെയാണ്, എല്ലാം പ്ലാൻ ചെയ്യും, എന്നിട്ട് ഞാനൊന്നും കണ്ടില്ല, നമ്മളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് സൈഡിൽ പോയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗുരുദേവനും എല്ലാം പ്ലാൻ ചെയ്യിച്ച് അയ്യോ എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒന്നും അല്ലേ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെ ഒരിക്കലും ഇങ്ങനെ നടക്കില്ല. അദ്ദേഹമാണ് എല്ലാം ചെയ്യിച്ചത്. അതായത് ഇപ്പോൾ ഇത്രയും ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ ആ കറണ്ട് മോട്ടർ ആരാ, കറണ്ട് അവിടുന്ന് വരണ്ടേ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം ഈ വേഷം തന്നെ എനിക്കറിയില്ല, ആദ്യമായിട്ട് കിട്ടണേ. അപ്പോൾ ഇവിടെയുള്ള ഓരോ വ്യക്തിയും അവരുടെ പരമാവധി ബെസ്റ്റ് കാഴ്ചവെക്കാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹം വേണം. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യനായിട്ട് കൃഷ്ണദാസൻ നമ്മുടെ പ്രിയപ്പെട്ട വാസുദേവ പ്രഭുവാണ്. അതുപോലെ നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു ഭക്തനായിട്ടും അതുപോലെ ഗുണ്ടാ സംഘത്തിലെ അംഗമായിട്ട് നമ്മുടെ ശ്രീരാം പ്രഭു ഉണ്ട്. അതുപോലെ തന്നെ നിത്യാനന്ദ പ്രഭു ഉണ്ട്. പലരുടെ പേര് ഞാൻ ചോദിക്കാറില്ല, പ്രഭു പ്രഭു മാതാജി മാതാജി വിളിക്കാറ്, കാരണം പേരെനിക്ക് ഇദ്ദേഹം നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭക്തനായിട്ടും അതുപോലെ തന്നെ ഗുണ്ടാ സംഘത്തിലെ ഒരു വ്യക്തിയായിട്ടും. ഇത് നമ്മുടെ സാക്ഷാൽ എൻ്റെ മിഠായി ആട്ടോ, ഇത് മിഠായി ബ്ലൂ നിത്യാനന്ദ പ്രഭുവായിട്ടും നിത്യാനന്ദ പ്രഭു അതിന് ശേഷം ഗുണ്ടാ സംഘത്തിലെ വ്യക്തിയായിട്ടും. ഇത് നമ്മുടെ രോഹിണി ആട്ടോ, രോഹിണി പെൺവേഷത്തിൽ വരുന്നുണ്ട്. അതുപോലെ ചൈതന്യ ബാപ്പൻ്റെ ഭക്തനായിട്ടും അതുപോലെ തന്നെ ഗുണ്ടാ സംഘത്തിലെ വ്യക്തിയായിട്ടും നമ്മുടെ സുധാം. അതുപോലെ നമ്മുടെ ഇതാണ് നമ്മുടെ ഔപചാരിക ക്രിയ, മന്ത്രവാദം. കുട്ടിച്ചാത്തന്മാരെ തെളിഞ്ഞു പോട്ടെ. ഇതാണ് നമ്മുടെ ഗുണ്ട തലവൻ. അടിച്ചിടി പൂരം കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭക്തനായിട്ട് ഈ പ്രഭു, അതുപോലെ തന്നെ ഗുണ്ടാ സംഘത്തിലെ തലവനായിട്ടും. പിന്നെ ഒരു സ്പെഷ്യൽ റോളുണ്ട്, അത് സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ സുമന്ദ്ര പ്രഭു ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്. അപ്പോൾ സുമന്ദ്ര പ്രഭു എന്നുള്ളത് ഉത്തമനായിട്ടുള്ള ഭക്തനാണ്. ഒരു ഉത്തമനായിട്ടുള്ള ഭക്തനായിട്ട് ബ്രാഹ്മണ ശ്രേഷ്ഠനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കഥ എന്നുള്ളത് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ ശ്രീ ചൈതന്യ മഹാപ്രഭു അവതാരം. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിൽ ഒത്തിരി വർഷങ്ങളോളം നിന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തീരുമാനിച്ചു, മതി, ഇനി ദക്ഷിണേന്ത്യ പോകണം, അവിടെ എനിക്ക് പ്രചരണം ചെയ്യണം, അവിടെയുള്ള ഓരോരോ ജനങ്ങൾക്കും കൃഷ്ണപരമ പ്രദാനം ചെയ്യണം. ആ ഒരു ഉദ്ദേശവുമായിട്ട് അദ്ദേഹം യാത്ര തിരിക്കാൻ നിൽക്കുന്ന സന്ദർഭം. അപ്പോൾ അവിടെ മുതൽ നമുക്ക് തുടങ്ങാം. അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാരെ, നിങ്ങൾക്ക് എനിക്ക് കേവലം എൻ്റെ ഭക്തന്മാരല്ല, എന്താണ് പറയാനറിയില്ല, എൻ്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. പക്ഷെ ഇപ്പോൾ ഒരു ഹൃദയഭേദമായിട്ടുള്ള കാര്യം നിങ്ങളെ അറിയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ദക്ഷിണ ഭാരതത്തിലേക്ക് ഒരു യാത്ര പോകാൻ പോകുന്നു, അതും ഏകാദിയായി. അങ്ങ് ഇവിടെ വിട്ട് പോകുന്നു, അങ്ങ് പോവുകയാണ്, എങ്ങളെയും കൊണ്ടുപോകണം. നിങ്ങൾ അങ്ങേ അറിയാം എനിക്ക് ഒന്നും അറിയാത്തല്ല. എത്ര കാലം നിങ്ങൾക്ക് കൃഷ്ണപ്രേമം ലഭിച്ചുവോ, അതുപോലെ കൃഷ്ണപ്രേമത്തിന് വേണ്ടി യാചിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജീവാത്മാക്കൾ
ഈ ഭൗതിക സംസാരത്തിൽ പെട്ട് ഉഴലുന്നു. Ready, ഹരി ബോൾ. പറയൂ. മഹാപ്രഭു അങ്ങ് പോവുകയാണെങ്കിൽ ഈ നിത്യാനന്ദനും കൂടെ വരും. ജ്യേഷ്ഠ, സ്മരണയുണ്ടോ നമ്മൾ സന്യാസത്തിന് സമ്മതിക്കുന്നു? നമ്മൾ രണ്ട് ഭക്ഷണം വാങ്ങിയില്ല അവിടുന്ന്. ജ്യേഷ്ഠ, ഇത്തവണ എന്നെ ഒറ്റയ്ക്ക് വിട്ടാലും അവർക്ക് അനുജന് ഒന്നും സംഭവിക്കില്ല. ഹരി ബോൾ. പ്രഭു, അങ്ങേ ഒരിക്കലും ഞാൻ അങ്ങയുടെ സേവകനായി എന്നും അങ്ങയോടൊപ്പം. ഞാനില്ലാതെ അങ്ങ് പോകില്ല. ഹരി ബോൾ. നീ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവനാണ്. പക്ഷെ ഇത്തവണ ഞാൻ പോകും കേട്ടോ. മഹാപ്രഭു അങ്ങ് പോകുന്ന രംഗത്തിൽ അങ്ങ് ഈ കൃഷ്ണദാസിനെ കൂടെ കൊണ്ടുപോകും. കൃഷ്ണദാസിനെ കൂടെ കൊണ്ടുപോകണമെന്നോ? വേണം മഹാപ്രഭു, വേണം. വേണം വേണം ശരി, അംഗീകരിച്ചിരിക്കുന്നു. ഹരി ബോൾ. ഹരി ബോൾ.